എല്ലാവർക്കും നമസ്കാരം. SSC ഭാഗത്തു നിന്നും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. SSC ഫേസ് 30 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് 10ാം ക്ലാസ് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട്. 2400 വേക്കൻസി ഉണ്ട്. കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 2/6/2025 മുതൽ 23/6/2025 വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് SSC വഴി SSC വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ധാരാളം പോസ്റ്റുകളുണ്ട്, ധാരാളം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. സോ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. സോ റിക്രൂട്ട്മെന്റിലെ ക്വാളിഫിക്കേഷൻ ധാരാളം പോസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പോസ്റ്റിലേക്കും ഓരോ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനുമാണ്. 18 മുതൽ 25 വയസ്സ് വരെയുള്ള പോസ്റ്റുകളാണെങ്കിൽ 2/8/2000 മുതൽ 1/8/2007 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിന്ന് 3 വയസ്സിൽ OBCക്കും 5 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ള പോസ്റ്റുകളാണെങ്കിൽ 2/8/1998 1/8/2007 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇതിൽ നിന്ന് 3 വയസ്സിൽ OBCക്കും 5 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. 18 മുതൽ 28 വയസ്സ് വരെ ആണെങ്കിൽ 2/8/1997 മുതൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. 18 മുതൽ 30 വയസ്സുള്ള പോസ്റ്റുകളാണെങ്കിൽ 2/8/1995 മുതൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. 18 മുതൽ 35 വയസ്സ് വരെ ആണെങ്കിൽ 2/8/1990 മുതൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 18 മുതൽ 37 വയസ്സുള്ള പോസ്റ്റ് ആണെങ്കിൽ 2/8/1988 മുതൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 18 മുതൽ 42 വയസ്സുള്ള പോസ്റ്റുകളാണെങ്കിൽ 2/8/1983 മുതൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എല്ലാ പോസ്റ്റിലേക്കും 3 വയസ്സിൽ OBCക്കും 5 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. സോ ഈ നോട്ടിഫിക്കേഷൻ്റെ 78ാമത്തെ പേജ് മുതൽ ഏതൊക്കെ പോസ്റ്റുകളുണ്ട്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ, വേക്കൻസി തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ധാരാളം പോസ്റ്റുകളുണ്ട്. ഇതിൽ 2400 വേക്കൻസി ഉണ്ട്. ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. നമുക്ക് മിക്കുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 10th വെച്ച് അപേക്ഷിക്കുന്ന പോസ്റ്റുകൾക്കെല്ലാം ഒറ്റ എക്സാമിനേഷനാണ്, 10th ബേസുള്ള എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. +2 ബേസ് ആണെങ്കിൽ എത്ര പോസ്റ്റ് അപേക്ഷിച്ചാലും +2 ബേസ് ഒരു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. ഡിഗ്രി ലെവൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പോസ്റ്റ് അപേക്ഷിച്ചാലും ഒറ്റ എക്സാമാണ് ഉണ്ടായിരിക്കുന്നത് ഡിഗ്രി ലെവല്. കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ തുടങ്ങിയ ഡിസ്ട്രിക്റ്റുകളിൽ എക്സാം ഉണ്ട്. അതുപോലെ തന്നെ കവരത്തി, ലക്ഷദ്വീപിൽ കവരത്തിയിലും എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. 100 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. SC/ST വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓരോ പോസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 100 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് എത്ര പോസ്റ്റ് വേണമെങ്കിലും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. ഇതിനകത്ത് ഓരോ പോസ്റ്റുകളുടെയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. താങ്ക്